ഇസ്രായേലിനെയും ഇറാൻ വെറുതെ വിടില്ല. വീണ്ടും ഒരു സംഘർഷത്തിനായി തയ്യാറെടുത്തിരിക്കുകയാണ് ഇറാൻ. ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളുടെ പേരിൽ സമ്മർദ്ദം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അമേരിക്കയ്ക്കും ഇസ്രായേലിനും വീണ്ടും മുന്നറിയിപ്പ് നൽകി. നമ്മുടെ രാഷ്ട്രം അമേരിക്കയുടെ ശക്തിയെയും അതിന്റെ അടിമയായ സയനിസ്റ്റ് ഭരണകൂടത്തെയും നേരിടാൻ തയ്യാറാണെന്ന വസ്തുത വളരെ പ്രശംസനീയമാണെന്ന് ബുധനാഴ്ച സ്റ്റേറ്റ് ടെലിവിഷനിൽ സംസാരിച്ച ഖമേനി വ്യക്തമാക്കി. ഖത്തറിലെ യുഎസിന്റെ അൽ ഉദൈദ് വ്യോമതാവളത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തെ പരാമർശിച്ചുകൊണ്ട് ഖമേനി പറഞ്ഞത് ഇതൊരു തുടക്കം മാത്രമാണെന്നും അമേരിക്കയ്ക്കും മറ്റുള്ളവർക്കും ഇതിലും വലിയ പ്രഹരമേൽക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലോകരാഷ്ട്രങ്ങൾ വീണ്ടും ഒരു യുദ്ധത്തിന് സജ്ജരായിരിക്കുക എന്നാണ് മുന്നറിയിപ്പുമായി ഇതിലൂടെ ലഭ്യമാകുന്നത്. ടെഹ്റാനിൽ വീണ്ടും ഉപരോധം ഏർപ്പെടുത്താനുള്ള സാധ്യത പരിഗണിക്കുന്നതിനൊപ്പം പുതിയ ആണവ ചർച്ചകൾക്കായി പടിഞ്ഞാറൻ രാജ്യങ്ങൾ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജൂണിൽ ഫോർദോ ആണവ കേന്ദ്രങ്ങളിൽ നടന്ന വിനാശകരമായ ആക്രമണം ഉൾപ്പെടെ ഇറാനിയൻ ആണവ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ അടുത്തിടെ ആക്രമണം നടത്തിയിട്ടും ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ 2 വർഷം വരെ വൈകിയേക്കുമെന്ന് US ഇന്റലിജൻസ് വിലയിരുത്തി. എന്നാൽ അവരുടെ മിസൈൽ ഡ്രോണുകൾ പോലുള്ളവയുടെ ശേഷികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ഫോർ ദി ഡിഫൻസ് ഓഫ് ഡെമോക്രസീസിലെ സീനിയർ ഫെലോയും ലോഗ് വാർ ജേർണലിസ്റ്റിന്റെ എഡിറ്ററുമായ ബിൽ റോജിയോയുടെ അഭിപ്രായത്തിൽ ഇറാന്റെ കൈവശം ഇപ്പോഴും ഏകദേശം 1500 ഇടത്തരം ബാലിസ്റ്റിക് മിസൈലുകളും അതിന്റെ വിക്ഷേപണ സംവിധാനങ്ങളുടെ ഏകദേശം 50%വുമുണ്ട്. തുടരുന്ന സംഘർഷങ്ങൾക്കിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തുക സ്വരം സ്വീകരിച്ചു. ചൊവ്വാഴ്ച മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ട്രംപ് ചർച്ചകൾക്ക് താൻ തുറന്നിരിക്കുകയാണെന്നും പറഞ്ഞു. എന്നാൽ എനിക്ക് സംസാരിക്കാൻ തിടുക്കമില്ല എന്നും കൂട്ടിച്ചേർത്തു. അതേസമയം വേനൽക്കാലം അവസാനത്തോടെ അമേരിക്കയുമായുള്ള ചർച്ചകളിൽ ഇറാൻ പുരോഗതി കൈവരിക്കുന്നില്ലെങ്കിൽ സ്നാപ്പ് ബാക്ക് ഉപരോധങ്ങൾ സജീവമാക്കുമെന്ന് പാശ്ചാത്യ രാജ്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. 2015 ആണവ കരാറിന് കീഴിലുള്ള ഒരു വ്യവസ്ഥ ഇറാൻ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്താൻ അനുവദിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ അഭിസംബോധന ചെയ്യുന്ന സുസ്ഥിരവും പരിശോധിക്കാവുന്നതുമായ ഒരു നയതന്ത്ര പരിഹാരം അത്യാവശ്യമാണ്. വേനൽക്കാലത്തിന്റെ അവസാനത്തോടെ അത്തരമൊരു പരിഹാരം കൈവരിക്കാനായില്ലെങ്കിൽ സ്നാപ്പ് ബാക്ക് സംവിധാനം E3യുടെ ഒരു ഓപ്ഷനായി തുടരുമെന്നും ജർമ്മൻ വിദേശകാര്യ മന്ത്രാലയം ഫോക്സ് ന്യൂസ് ഡിജിറ്റലിനോട് വ്യക്തമാക്കി. E3 എന്നത് ഫ്രാൻസ്, ജർമ്മനി, യുണൈറ്റഡ് കിങ്ഡം എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. 2015 ആണവ കരാറിൽ ഉൾപ്പെടെ 3 യൂറോപ്യൻ രാജ്യങ്ങൾ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുന്നു. ഈ വിഷയത്തിൽ ഞങ്ങളുടെ E3 പങ്കാളികളുമായി ഞങ്ങൾ അടുത്ത ഏകോപനം തുടരുന്നു. ജർമ്മൻ മന്ത്രാലയം കൂട്ടിച്ചേർത്തത് ഇങ്ങനെയാണ്. അതേസമയം ഇസ്രായേലുമായുള്ള സംഘർഷം രൂക്ഷമായതോടെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ടെഹ്റാനിൽ ഒരു മതപരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ മാസങ്ങൾക്ക് ശേഷം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇസ്രായേലുമായി 12 ദിവസത്തെ വ്യോമാക്രമണം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം ഖമേനി സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയായിരുന്നു ഈ സന്ദർശനം. സൈനിക മേധാവികൾ, ആണവ വിദഗ്ധർ തുടങ്ങിയ നിരവധി ഉന്നത ഇറാനിയൻ നേതാക്കളെയാണ് ഈ സന്ദർശനം കൊലപ്പെടുത്തിയത്. ഷിയ മുസ്ലിം കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായ ആഷുറ ആചരിക്കുന്ന വലിയ ജനക്കൂട്ടത്തോടൊപ്പം ഖമേനി ഹാളിലേക്ക് പ്രവേശിക്കുന്നത് കാണിക്കുന്ന ദൃശ്യങ്ങൾ സ്റ്റേറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്തതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു. പരമ്പരാഗത കറുത്ത വസ്ത്രം ധരിച്ച് ഖമേനി പ്രധാന സംസ്ഥാന മതപരിപാടികൾക്ക് പലപ്പോഴും ഉപയോഗിക്കുന്ന വേദിയിലേക്ക് നടന്നു കയറിയപ്പോൾ സന്നിഹിതങ്ങൾ മന്ത്രങ്ങൾ ആലപിക്കുന്നത് കാണാമായിരുന്നു. ജൂൺ 13 യുദ്ധം ആരംഭിച്ചതിനു ശേഷം സുപ്രീം നേതാവിന്റെ ആദ്യ പൊതുപരിപാടിയായിരുന്നു അത്. വ്യോമാക്രമണങ്ങളുടെ ആദ്യ ദിവസങ്ങളിൽ ഖമേനി നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഒഴിവാക്കി മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത സന്ദേശങ്ങൾ പുറപ്പെടുവിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നു. സംഘർഷത്തിനിടെ വർദ്ധിച്ചു വരുന്ന സുരക്ഷാ ആശങ്കകൾ കാരണം പൊതുപരിപാടികളിൽ ഖമേനി പങ്കെടുക്കാത്തത് അദ്ദേഹം എവിടെയാണെന്നതിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് കാരണമായി. പ്രധാനമായ മതപരമായ ആഘോഷങ്ങളെക്കുറിച്ചുള്ള വാർഷിക പ്രസംഗം ഉൾപ്പെടെയുള്ള ഈ കാലയളവിലെ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ മുൻകൂട്ടി റെക്കോർഡ് ചെയ്ത വീഡിയോ വഴിയാണ് സംപ്രേഷണം ചെയ്തിരുന്നത്. വർദ്ധിച്ചു വരുന്ന പ്രാദേശിക സംഘർഷങ്ങൾക്കിടയിലുള്ള സുരക്ഷാ പ്രോട്ടോകോളുകളുടെ വെളിച്ചത്തിലാണ് തീരുമാനമെടുത്തതെന്ന് ഇറാനിയൻ ഉദ്യോഗസ്ഥർ പിന്നീട് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കാർമ ന്യൂസ്.